കഷ്ടതയിൽ തുണയായി ധൈര്യവും പകർന്നേ ക്രൂശിലെ ത്യാഗമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ക്രൂശിലെ ത്യാഗമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 51 സങ്കീർത്തനം 15 വാക്യം. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എന്നാൽ എൻ്റെ വായ നിൻ്റെ സ്തുതിയെ വർണ്ണിക്കും. പാപത്തിൻ്റെ മധ്യത്തിൽ താൻ വീണുപോയി എന്ന് തോന്നിയപ്പോൾ ദാവീദിൻ്റെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് ഈ വാക്യം. പാപം മനുഷ്യൻ്റെ ഹൃദയത്തെയും അധരത്തെയും മൂടിക്കളയും. നമ്മിലുണ്ടാകുന്ന കുറ്റബോധവും നിരാശയും നമ്മുടെ ആത്മാവിനെ തന്നെ മിണ്ടാതാക്കും. ദൈവമധരങ്ങൾ തുറന്നു തരുമ്പോൾ മാത്രമേ യഥാർത്ഥ സ്തുതി പുറപ്പെടുകയുള്ളൂ. മറ്റുള്ള മനുഷ്യരെ കാണിക്കുവാനുള്ള പ്രാർത്ഥനയും സ്തുതിയും ദൈവത്തിന് ആവശ്യമില്ല. ഹൃദയത്തിൽ നിന്നുള്ള സത്യസന്ധമായ ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അധരങ്ങൾ തുറക്കുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയം തന്നെ തുറക്കപ്പെടണം. തുറന്ന അധരങ്ങൾ സാക്ഷ്യം പറയുന്ന അധരമായി മാറ്റപ്പെടും. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതെല്ലാം മൗനമാക്കി വയ്ക്കാതെ ദൈവത്തെ സ്തുതിക്കുന്നവരായി, നന്ദി കരയറ്റുന്നവരായി നാം മാറ്റപ്പെടണം. സ്തുതി വെറും പാട്ടല്ല, അതൊരു ആത്മീയ ആയുധമാണ്. സ്തുതിക്കുന്നിടത്ത് നിരാശ മാറും, ഭയം മാറും, വിശ്വാസം വളരും. പൗലോസും ശീലാസും തടവറയിൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തടവറയുടെ വാതിൽ തുറക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്തുതി ഉയരുമ്പോൾ ശത്രു അടച്ചു കളഞ്ഞ വാതിലുകൾ തനിയെ തുറക്കപ്പെടും. പ്രിയരെ, നമ്മുടെ അധരങ്ങൾ പരാതി നിറഞ്ഞതാണോ? വിമർശനം നിറഞ്ഞതാണോ? മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നമ്മുടെ നാവുകളെ നമുക്ക് ശുദ്ധീകരിക്കാം. നമ്മുടെ അധരങ്ങൾ ദൈവത്തിന് സ്തുതി ഉയർത്തുന്ന അനുഭവത്തിലേക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ അധരങ്ങളെ ശുദ്ധീകരിച്ച് നിരന്തരം നിന്നെ സ്തുതിക്കുവാനുള്ള കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.